നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിനെ പറയുന്ന വേറൊരു പേരാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സ്ലൈഡിൽ ബി സെൽ റിസപ്റ്റർ, ബി സെൽ ആക്ടിവേഷൻ, ഇമ്മ്യൂൺ റെസ്പോൺസ് ഈ ടോപ്പിക്കൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഓൾസോ നോൺ ആസ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിനെ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ബി സെൽസ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ബി സെൽസിന് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളും കൂടി ഉണ്ട്. ബി സെൽസ് ആർ ഒറിജിനേറ്റഡ് ആൻഡ് മെച്യൂർ ഇൻ ബോൺ മാരോ. ബി സെൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മച്യൂർ ചെയ്യുന്നതൊക്കെ ബോൺ മാരോയിലാണ്. ബി സെൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ജസ്റ്റ് നോക്കിക്കോളാം. Humoral immunity is the ability of B cells to recognize specific antigen and their ability to initiate responses that protect the body against foreign antigen. Humoral immunity എന്ന് വെച്ചാൽ അതിൽ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. ബി സെൽസ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യും. അതിനുശേഷം അവർ തമ്മിൽ ഇൻട്രാക്ഷൻ നടന്നിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇനീഷ്യേറ്റ് ചെയ്യും ബി സെൽസ്. ഇങ്ങനെ ബി സെൽസ് ബോഡീനെ ഫോറിൻ ആൻറ്റിജൻസിൽ നിന്ന് രക്ഷിക്കും. ഇതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ആൻറ്റിജൻസ് ആർ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ഇൻഫെക്റ്റീവ് മൈക്രോ ഓർഗാനിസം. ആൻറ്റിജൻസ് മെയിനായിട്ട് കാണുന്നത് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സർഫസിലാണ്. Common response is the production of antibodies that will inactivate antigen and lead to destruction of infecting microorganism. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ സംഭവിക്കും. അത് ആൻറ്റിജനെ ഇനാക്ടിവേറ്റ് ചെയ്യിക്കും. ആൻറ്റിജൻ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് എന്തുണ്ടാവും? ഇൻഫെക്റ്റിംഗ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രക്ഷൻ കൂടി സംഭവിക്കും. ആൻറ്റിജൻ ബൈൻഡിങ് ആക്ടിവേറ്റ് ബി സെൽസ് ആൻഡ് റിസൾട്ട് ഇൻ ഡിവിഷൻ ഓഫ് ദി സെൽ. റിസൾട്ടഡ് സെൽ ആക്ട് ആസ് പ്ലാസ്മ സെൽ ആൻഡ് എഫ്യു സെൽസ് ആക്ട് ആസ് എ മെമ്മറി സെൽ. ആൻറ്റിജൻ ബൈൻഡിങ് ബി സെല്ലും ആയിട്ടുണ്ടാകുമ്പോൾ ബി സെൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് സെൽ ഡിവിഷൻ സംഭവിക്കും. സെൽ ഡിവിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് സെൽസ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് പ്ലാസ്മ സെൽസും രണ്ടാമത്തേത് മെമ്മറി സെൽസും. പ്ലാസ്മ സെൽസ് ആർ ലാർജ് ബി ലിംഫോസൈറ്റ്സ് that synthesized and release antibodies specific for a particular antigen. പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് ബി ലിംഫോസൈറ്റ്സ് ആണ്. അവരെ ആൻറ്റിബോഡീനെ സിന്തസൈസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യും. അത് പെർട്ടിക്കുലർ ആൻറ്റിജൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ദ ആക്റ്റീവ് പ്ലാസ്മ സെൽസ് ക്യാൻ പ്രൊഡ്യൂസ് ആസ് മേ ആസ് 2000 ആൻറ്റിബോഡീസ് പെർ സെക്കൻഡ്. ആക്റ്റീവ് ആയിട്ടുള്ള പ്ലാസ്മ സെൽസ് സെക്കൻഡിൽ 2000 ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. The plasma cell have short lifespan of 5 to 7 days. പ്ലാസ്മ സെൽസിന് ചെറിയ ലൈഫ് സ്പാൻ ആണുള്ളത്. 5 മുതൽ 7 ദിവസം വരെയാണ് അത് ആക്റ്റീവായിട്ട് ഇരിക്കുള്ളൂ. മെമ്മറി സെൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് ആക്റ്റീവായിട്ട് ഇരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി സെൽ റിസപ്റ്റേഴ്സ് ആണ്. അതിന് BCR എന്നും കൂടി ഷോർട്ടായിട്ട് എഴുതും. Receptor for antigen on B cells is immunoglobulin. ആൻറ്റിജൻ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട റിസപ്റ്റേഴ്സ് ബി സെല്ലിൻ്റെ സർഫസിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ M ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ D ആർ ഡിസ്പ്ലേഡ് ഓൺ ദ സർഫസ് ഓഫ് ദി മെച്യൂർ ബി സെൽസ്. മെച്യൂർ ആയിട്ടുള്ള ബി സെല്ലിൻ്റെ മുകളിലായിട്ട്, അതായത് സർഫസിലായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മും ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിയും പ്രസൻ്റ് ആയിരിക്കും. BCR also known as membrane bound immunoglobulin. BCRനെ membrane bound immunoglobulin എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. In BCR have antibody that containing extra protein sequence compare with the secretory antibody. B cell റിസപ്റ്ററിലെ ആൻറ്റിബോഡി പ്രസൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിനെ സെക്രീറ്റഡ് ആൻറ്റിബോഡി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ 2 പ്രോട്ടീൻ സീക്വൻസും കൂടി ഈ സർഫസിലുള്ള ആൻറ്റിബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും. എക്സ്ട്രാ പ്രോട്ടീൻ സീക്വൻ പ്രസൻ്റ് അറ്റ് ദ C ടെർമിനൽ എൻഡ് ഓഫ് ഈച്ച് ഹെവി ചെയിൻ. ഈ എക്സ്ട്രാ ആയിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസ്
ഹെവി ചെയിൻ്റെ സി ടെർമിനലിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. They are transmembrane domain and cytoplasmic domain. ഈ എക്സ്ട്രാ കാണുന്ന ഈ പോർഷനെയാണ്, അതായത് എക്സ്ട്രാ കാണുന്ന പ്രോട്ടീൻ മോളിക്യൂളിനെ പറയുന്ന പേരാണ് ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ എന്നും സൈറ്റോപ്ലാസ്മിക് ഡൊമൈൻ എന്നും. അത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. These anchors B cell receptors to the B cell membrane. നേരത്തെ കണ്ട ഈ എക്സ്ട്രാ പ്രോട്ടീൻ സീക്വൻസ് ആണ് ബി സെൽ റിസപ്റ്റേഴ്സിനെ ബി സെൽ മെംബ്രെയിനിലെ ആങ്കർ ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസ്മിക് ടെയിൽ ഓഫ് ബി സെൽ റിസപ്റ്റേഴ്സ് ആർ വെരി ഷോർട്ട്. ബി സെൽ റിസപ്റ്റേഴ്സിന്റെ സൈറ്റോപ്ലാസ്മിക് ടെയിൽ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. They cannot convey antigen recognition signal to the nucleus. അവയ്ക്ക് ആന്റിജൻ വന്നു അറ്റാക്ക് ചെയ്തു എന്നുള്ള സിഗ്നൽ ന്യൂക്ലിയസിനെ കൺവേ ചെയ്യാൻ സാധിക്കില്ല. സിഗ്നൽസ് കൺവേ ടു ദ ന്യൂക്ലിയസ് ബൈ എക്സ്ട്രാ ടു സിഗ്നലിംഗ് മോളിക്യൂൾ. ദേ ആർ ഇമ്യൂണോഗ്ലോബുലിൻ ആൽഫ ആൻഡ് ഇമ്യൂണോഗ്ലോബുലിൻ ബീറ്റ. അപ്പോൾ ആന്റിജൻ അറ്റാക്ക് ഉണ്ടായി എന്ന സിഗ്നല് ന്യൂക്ലിയസിനെ കൺവേ ചെയ്യാനായിട്ട് എക്സ്ട്രാ രണ്ട് സിഗ്നലിംഗ് മോളിക്യൂൾസ് പ്രസന്റ് ആണ്. അതാണ് ഇമ്യൂണോഗ്ലോബുലിൻ ആൽഫയും ഇമ്യൂണോഗ്ലോബുലിൻ ബീറ്റയും. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഒരു ആന്റിബോഡിയുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബി സെൽ റിസപ്റ്റർ കാണിച്ചിട്ടുണ്ട്. അതായത് ആന്റിജൻ റെക്കഗ്നേഷൻ അതിൻ്റെ ബൈൻഡിങ് അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആന്റിബോഡീനെ ഈ മെംബ്രെയിനിലെ ആങ്കർ ചെയ്ത് നിർത്തുന്നതായിട്ടുള്ള ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈനും സൈറ്റോപ്ലാസ്മിക് ഡൊമൈനും ഇതിൽ പ്രസന്റ് ആയിരിക്കും. പക്ഷേ ഈ ന്യൂക്ലിയസിലേക്ക് ഈ സിഗ്നൽ ആന്റിബോഡി അറ്റാക്ക് നടന്നു എന്നുള്ള സിഗ്നൽ കൺവേ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ സിഗ്നലിംഗ് മോളിക്യൂൾസ് പ്രസന്റ് ആയിരിക്കും. അതാണ് ഇമ്യൂണോഗ്ലോബുലിൻ ആൽഫയും ഇമ്യൂണോഗ്ലോബുലിൻ ബീറ്റയും. They convey the antigen attack message to the nucleus. അപ്പോൾ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആന്റിജൻ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ മെസ്സേജ് ന്യൂക്ലിയസിലോട്ട് പാസ് ചെയ്യും. ഒപ്പം തന്നെ കോ റിസപ്റ്റേഴ്സ് ബി സെല്ലിൽ പ്രസന്റ് ആണ്. അതാണ് CD21ഉം CD23ഉം. ആക്ടിവേഷൻ ഓഫ് ബി സെൽസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബി സെല്ലിലെ ആക്ടിവേഷൻ നടക്കുന്നതെന്നാണ്. B cells are activated by two methods, T cell independent activation ഉം T cell dependent activation ഉം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് T cell independent activation ആണ്. B cell activation without T cell help is known as T independent or thymus independent B cell activation. B cell activationലെ T സെല്ലിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് T ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ തൈമസ് ഇൻഡിപെൻഡന്റ് B cell activation. Antigen have multiple repetitive identical epitopes that bind with the antibody present on the B cell receptors. ആന്റിജനിലെ മൾട്ടിപ്പിൾ റിപ്പീറ്റേറ്റീവ് യൂണിറ്റ് ആയിട്ടുള്ള എപ്പിറ്റോപ്സ് ഒക്കെ ആയിട്ട് ആന്റിബോഡീൻ്റെ റിസപ്റ്ററിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. B cell have receptor TLR which help the fully activation of a B cell. After activation, B cell differentiate into plasma cell. B സെല്ലിലെ TLR എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. ആ റിസപ്റ്റർ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ബി സെല്ലിൻ്റെ ഫുൾ ആക്ടിവേഷൻ ആയിട്ട് നടക്കുകയുള്ളൂ. ഫുള്ളായിട്ട് ബി സെൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. Plasma cells secrete immunoglobulin M, not produce memory cell. പ്ലാസ്മ സെല്ല് ആക്റ്റീവ് ആയതിനു ശേഷം ഇമ്യൂണോഗ്ലോബുലിൻ എമ്മിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ കേസിൽ മെമ്മറി സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം മെമ്മറി സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ടി സെല്ലിൻ്റെ ഹെൽപ്പ് എപ്പോഴും ആവശ്യമാണ്. ഈ കേസിൽ ടി സെൽസ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി സെൽ ഡിപെൻഡന്റ് ആക്ടിവേഷൻ ആണ്. B cell activation which requires T cell help is known as T dependent or thymus dependent B cell activation. B സെല്ലിന്റെ ആക്ടിവേഷനിലെ T സെല്ലിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് T dependent അഥവാ thymus dependent B cell activation. Antigen recognition and binding by B cell. B cell surface have CD40 receptor and MHC
MHC2 peptide complex. B cell activation കോമൺ ആയിട്ട് ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യും ബി സെല്ല്. അപ്പോൾ ബി സെല്ലിന്റെ സർഫസിൽ CD40 എന്ന് പറഞ്ഞ റിസപ്റ്ററും MHC2 പെപ്റ്റൈഡ് കോംപ്ലക്സും പ്രസന്റ് ആയിരിക്കും. Which antigen attach the B cell? That same antigen activate T helper cells. ഏത് ആന്റിജൻ ആണോ ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ സെയിം ആന്റിജൻ തന്നെ ടി ഹെൽപ്പർ സെല്ലിനെയും ആക്ടിവേറ്റ് ചെയ്യിക്കും. ദെൻ ദ ബി ആൻഡ് ടി സെൽ ഇന്ററാക്ഷൻ ഒക്കർ. അങ്ങനെ ബിയും ടി സെല്ലും തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകും. ടി ഹെൽപ്പർ സെൽ റെക്കഗ്നൈസ് MHC2 മോളിക്യൂൾ ദാറ്റ് പ്രസന്റ് ഓൺ ദ ബി സെൽ. അപ്പോൾ ടി ഹെൽപ്പർ സെൽസ് ബി സെല്ലിന്റെ സർഫസിലുള്ള MHC2 മോളിക്യൂളിനെ recognize ചെയ്യും. Once antigen recognition done by T helper cells, they express CD40L. ഒരു വട്ടം T helper cells ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ CDL40 അത് എക്സ്പ്രസ് ചെയ്യും. അതിനുശേഷം CD40L ബി സെല്ലിന്റെ റിസപ്റ്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. Interaction of B and T helper cells, new cytokine receptor present on the B cell. ഈ ബിയും ടി ഹെൽപ്പർ സെല്ലും തമ്മിൽ ഇന്ററാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പുതിയൊരു സൈറ്റോകൈൻ റിസപ്റ്റർ ബി സെല്ലിന്റെ സർഫസിൽ ഉണ്ടായിരിക്കും. ടി ഹെൽപ്പർ സെൽ റിലീസ് സൈറ്റോകൈൻ IL4. അതിനുശേഷം എന്തുണ്ടാവും ടി ഹെൽപ്പർ സെൽസ് ഇന്റർലൂക്കിൻ 4 റിലീസ് ചെയ്യും. These cytokines bind the cytokine receptor present on the B cells. അതിനുശേഷം ഈ സൈറ്റോകൈൻസ് ബി സെല്ലിന്റെ പ്രസന്റ് ആയിരിക്കുന്ന ബി സെല്ലിന്റെ സർഫസിൽ പ്രസന്റ് ആയിരിക്കുന്ന സൈറ്റോകൈൻ റിസപ്റ്ററിൽ പോയിട്ട് ഇന്ററാക്ട് ചെയ്യും. ആസ് എ റിസൾട്ട് ബി സെൽ പ്രൊലിഫറേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻടു പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി ബി സെൽസ്. അങ്ങനെ ഈ ഇന്ററാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബി സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസിനെയും മെമ്മറി സെൽസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. രണ്ട് ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. Initial exposure of antigen to B cell result in the production of antibodies by plasma cell and within a few days begin to appear in the blood plasma. This is known as primary response. Initial exposure antigen B സെല്ലുമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ പ്ലാസ്മ സെൽസ് നടത്തും. കുറച്ച് ദിവസത്തിനുള്ളിൽ ആന്റിബോഡീസ് ബ്ലഡ് പ്ലാസ്മയിലും പ്രസന്റ് ആയി തുടങ്ങും. ഇതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ആന്റിബോഡീസ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ഓവർ എ പീരീഡ് ഓഫ് 1 to 10 വീക്സ്. 1 മുതൽ 10 ആഴ്ചയ്ക്കുള്ളിലെ ആന്റിബോഡിയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ആർ ഇമ്യൂണോഗ്ലോബുലിൻ M മോളിക്യൂൾ വിച്ച് ക്യാൻ അറ്റാക്ക് ആന്റിജൻ ഡയറക്ട്ലി. ആദ്യമായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇമ്യൂണോഗ്ലോബുലിൻ M മോളിക്യൂളിനെ ആയിരിക്കും. അത് ആന്റിജനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. കോൺസെൻട്രേഷൻ ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻ G പ്രൊഡക്ഷൻ ഇൻക്രീസസ് ബൈ ബി സെൽ. പിന്നീടാണ് ഇമ്യൂണോഗ്ലോബുലിന്റെ എമ്മിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം മെല്ലെയാണ് ഇമ്യൂണോഗ്ലോബുലിൻ ജിന്റെ പ്രൊഡക്ഷൻ ബി സെൽസ് ആക്ടിവേറ്റ് ചെയ്യിക്കുള്ളൂ. അത് കുറേശ്ശായിട്ട് അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് molecule produced by the plasma cell depend upon the type of cytokine bind to the cell. ഈ ആന്റിബോഡി മോളിക്യൂൾസിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് പ്ലാസ്മ സെൽസ് ആണ്. എന്ത് ടൈപ്പിലുള്ള സൈറ്റോകൈൻസ് ആണ് ബി സെല്ലിൽ വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളതിന് അതിനനുസരിച്ചുള്ള ഇമ്യൂണോഗ്ലോബുലിൻസിനെയാണ് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ആന്റിബോഡി റീച്ചസ് ഹൈയസ്റ്റ് അറൌണ്ട് 10 to 17 days. 10 മുതൽ 17 ദിവസത്തിനുള്ളിൽ ആന്റിബോഡിയുടെ കോൺസെൻട്രേഷൻ ബോഡിക്കകത്തുള്ളത് ഏറ്റവും ഹൈയസ്റ്റ് പീക്കിലെത്തും. Memory cells remaining in lymphoid tissue, they not participate in primary response. Memory cells lymphoid tissue തന്നെ ഇരിക്കും. അത് പ്രൈമറി റെസ്പോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. These cells survive without dividing for many months to many years. ഈ മെമ്മറി സെൽസ് എന്താണ് ഡിവിഷൻ ഒന്നും ഇല്ലാണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം ബോഡിക്കുള്ളിൽ അങ്ങനെ തന്നെ ഇരിക്കും. When the same antigen recognized by the memory cell in later stage result in the antibody production at a rapid rate, this is known as secondary response.
അങ്ങനെ ഇരിക്കുന്ന ഈ മെമ്മറി സെല്ലിലെ ഏത് ആന്റിജൻ ആയിട്ടാണ് ഈ മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്തത് സെയിം ആന്റിജൻ തന്നെ പിന്നീട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മെമ്മറി സെൽസ് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആന്റിബോഡി പ്രൊഡക്ഷൻ റാപ്പിഡ് ആയിട്ട് നടക്കും. ഇതിനെയാണ് സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. മെമ്മറി സെൽസ് മേക്ക് ദ സെക്കൻഡറി റെസ്പോൺസ് ഫാസ്റ്റർ. ഈ മെമ്മറി സെൽസ് സെക്കൻഡറി റെസ്പോൺസിനെ ഫാസ്റ്റർ ആയിട്ടാണ് നടത്തുക. Some memory cells divide rapidly, produce plasma cell and other remaining as memory cells. ചില മെമ്മറി സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസിനെയും ഒപ്പം തന്നെ മെമ്മറി സെൽസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെമ്മറി സെൽസ് പിന്നീടുണ്ടാകുന്ന മെമ്മറി സെൽസ് പിന്നീടും വീണ്ടും അത് മെമ്മറി സെൽസ് തന്നെയായിട്ട് അങ്ങനെ റിമൈൻ ചെയ്ത് അവിടെ ഇരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിബോഡീസ് റീച്ചസ് ഹയസ്റ്റ് അറൌണ്ട് 2 to 7 days. അപ്പോൾ 2 മുതൽ 7 ദിവസത്തിനുള്ളിലേക്ക് ആൻറ്റിബോഡിയുടെ കോൺസെൻട്രേഷൻ ഹയസ്റ്റ് ആയിട്ട് വരും. അതായത് പ്രൈമറി റെസ്പോൺസിനേക്കാളും ഫാസ്റ്റ് ആയിട്ടായിരിക്കും സെക്കൻഡറി റെസ്പോൺസ് നടക്കുക എന്നർത്ഥം. ഫങ്ഷൻസ് ഓഫ് എ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഇനി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ടോക്സിൻസിനെയും വൈറസിനെയും ന്യൂട്രലൈസ് ചെയ്യാനും ഉപയോഗിക്കപ്പെടും. പിന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ടും ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് മെയിൻ റോള് വഹിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.